ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ പ്രതിഷേധത്തെ തുടർന്ന് വലിയ നടപ്പന്തലിന് സമീപത്തു നിന്നും തിരിച്ചയച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നെത്തിയ കനകദുർഗ, കോഴിക്കോട് സ്വദേശി ബിന്ദു എന്ന യുവതികളെയാണ് പോലീസ് ഇടപെട്ട് തിരിച്ചയച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവതികളിൽ ഒരാളെ കോട്ടയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവതികളെ തടഞ്ഞ സംഭവത്തിൽ 150 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 3 മണിയോടെ എത്തിയ യുവതികൾ പുരുഷവേഷത്തിലായതിനാൽ പ്രതിഷേധക്കാർക്ക് തിരിച്ചറിയാനായില്ല. തുടർന്ന് 2.5 മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് പോലീസ് അകമ്പടിയോടെ യുവതികൾ പമ്പയിൽ നിന്ന് മല കയറാൻ ആരംഭിച്ചത്. അപ്പാച്ചിമേട്ടിൽ പ്രതിഷേധക്കാർ തടഞ്ഞെങ്കിലും പോലീസ് യുവതികൾക്ക് സന്നിധാനത്തേക്ക് വഴിയൊരുക്കി. എന്തൊക്കെ സംഭവിച്ചാലും ദർശനം ലഭിക്കാതെ മടങ്ങില്ലെന്ന നിലപാടായിരുന്നു യുവതികൾക്ക്. ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ശരിയായ വിഷയങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള നാമജനക്കാരുടെ പിന്നാലെ പോകുന്ന നിലപാടാണ് നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പോലീസ് അകമ്പടിയോടെ എത്തിയ യുവതികളെ മരക്കൂട്ടത്തിനിപ്പുറം പ്രക്ഷോഭകാരികൾ തടഞ്ഞത് നേരിയ തോതിൽ സംഘർഷത്തിന് കാരണമായി. സന്നിധാനത്തേക്കുള്ള പാത പ്രക്ഷോഭകാരികൾ തടഞ്ഞതോടെ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി അയ്യപ്പ ഭക്തരാണ് വലഞ്ഞത്. മണിക്കൂറുകളോളം കാത്തിരുന്നെങ്കിലും കൂടുതൽ ആളുകൾ സ്ത്രീകളെ തടയാൻ രംഗത്തെത്തിയതോടെ ഇരുവരുടെയും സുരക്ഷാ കാരണം മുൻനിർത്തി പോലീസ് ഇവരോട് തിരിച്ചിറങ്ങാൻ അഭ്യർത്ഥിച്ചു. യുവതികളുടെ വീടിന് നേരെയും പ്രക്ഷോഭകാരികൾ കല്ലേറ് നടത്തി. തുടർന്ന് പോലീസ് ഇവരെ പമ്പ സ്റ്റേഷനിലേക്ക് മാറ്റി. പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലം പെരിന്തൽമണ്ണ സ്വദേശിനി കനകദുർഗയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരി സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് പ്രൊഫസർ അഡ്വക്കേറ്റ് ബിന്ദുവിനെ പോലീസ് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു. എന്നാൽ സന്നിധാനത്തേക്കുണ്ടായ ഭക്തജനത്തിരക്കിനെ ഇതൊന്നും ബാധിച്ചില്ല. 10,000-കണക്കിന് ആളുകളാണ് സന്നിധാനത്തെത്തി തൊഴുതുമടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. നിരീക്ഷക സമിതിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സമിതി കടമ നിർവഹിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയിൽ ഒരു വിഭാഗം ആളുകൾ പ്രകോപിതരാണെന്നും മന്ത്രി വ്യക്തമാക്കി. നിരീക്ഷക സമിതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നിരീക്ഷക സമിതി അവിടെ എത്ര കക്കൂസുണ്ട്, എത്ര കുളിമുറിയുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഹൈക്കോടതി നിയോഗിച്ചത്. ഹൈക്കോടതി നിരീക്ഷക സമിതിയെ നിയോഗിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉയർന്നു വന്ന ക്രമസമാധാന പ്രശ്നമടക്കമുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരു നിരീക്ഷക സമിതി. അപ്പോൾ അവർ ഗവൺമെൻറ്റിനെ ഉപദേശിക്കണം, ദേവസ്വം ബോർഡ് ഉപദേശിക്കണം. മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച ഒരു കമ്മീഷനുണ്ട് അവിടെ. നിരീക്ഷക സമിതി ഇത്തരം പ്രശ്നങ്ങളിൽ, അവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള ഇത്തരം ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, അത് ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളടക്കം ഗവൺമെൻറ്റിനെ ഉപദേശിക്കാൻ ബാധ്യതപ്പെട്ടവരാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ കണക്കെടുക്കുന്ന ഉത്തരവാദിത്വമല്ല നിരീക്ഷക സമിതി ചെയ്യേണ്ടത്. RSS താലിബാൻ ഭീകരവാദികളെ പോലെ പെരുമാറുന്നുവെന്ന് മന്ത്രി ഇ പി ജയരാജൻ. നിരീക്ഷക സമിതിയും സർക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തമുണ്ടെന്നും പോലീസ് നടപടി ശരിയായ നിലയിലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. BJP RSSകാര് ഇതിലെ ഈ ശബരിമലയെ സംഘർഷമാക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് അഫ്ഗാനിസ്ഥാനിലും മറ്റുമുണ്ടായിട്ടുള്ള താലിബാൻ ഭീകരന്മാരെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘത്തിന്റെ പ്രവർത്തന ശൈലിയാണ്. നിരീക്ഷക സമിതിയും സർക്കാരും തമ്മിൽ ഒരു ക്ലാഷും ഇല്ല. എല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ടും കാര്യങ്ങൾ ശരിയായി നിരീക്ഷിച്ചും കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഇതിനെയൊക്കെ നിരീക്ഷിക്കുന്നത്. ഇതിൻ്റെ എല്ലാ നിരീക്ഷണങ്ങൾക്ക് വ്യത്യസ്തമായ സമീപനങ്ങളുണ്ടാകും. ശരിയായ നിലയിൽ നിരീക്ഷിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗം 100% ശരിയാണ്. ഈ ഗവൺമെൻറ്റിനെ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടതാണെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകും. ശബരിമലയിൽ നിന്ന് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ബിന്ദു, കനകദുർഗ എന്നിവർക്ക് നേരെ ആക്രമണം. മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുള്ളിൽ വെച്ച് സംഘപരിവാർ സംഘമാണ് യുവതികളെ ആക്രമിച്ചത്. സംഭവത്തിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിലായി. കൂടുതൽ വിവരങ്ങളുമായി TP പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, യുവതികൾക്ക് ആശുപത്രിയിലും ആക്രമണം നേരിടേണ്ടി വന്നു. പോലീസ് 6 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ശബരിമലയിൽ നിന്ന് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ബിന്ദു, കനകദുർഗ എന്നിവർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സംഘപരിവാർ പ്രവർത്തകർ ആശുപത്രിക്കുള്ളിലെത്തി ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ആംബുലൻസിന് നേരെയും ആക്രമണമുണ്ടായ സാഹചര്യങ്ങളാണ് ഉണ്ടായത്. യുവതികൾക്ക് നേരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ആശുപത്രിയിലും സംഘപരിവാർ പ്രവർത്തകർ സംഘടിച്ചത്. ഇപ്പോൾ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കേൾക്കാമോ? യെസ്, എന്താണ് സംഭവിച്ചത് കോട്ടയത്ത്? ഇവരെ മലയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് പുലർച്ചെ 3:30 മല കയറ്റിയിരുന്നു. തുടർന്ന്
തടഞ്ഞു. ഭക്ഷണവും വെള്ളവും റേഞ്ചിന് തകരാറുള്ളത് കൊണ്ട് പ്രശാന്തിന്റെ റിപ്പോർട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും കോട്ടയത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബിന്ദു, കനകദുർഗ എന്നിവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമലയിൽ പോലീസും സർക്കാരും ഒത്തുചേർന്ന് കപട നാടകം കളിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മനിതി സംഘം എത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. തമിഴ്നാട് CPI-യുമായി ചേർന്ന് നടത്തിയ നാടകമാണിത്. കേരളത്തിലെ പ്രധാന പ്രശ്നം ശബരിമലയല്ല, പ്രളയമാണെന്നും മുല്ലപ്പള്ളി കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോടതി വിധി ഉണ്ടായ ശേഷം നടന്ന സംഭവ വികാസങ്ങൾ നാം വിലയിരുത്തുമ്പോൾ 5 തവണയായി ശബരിമലയിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും സർക്കാരും ഒത്തുചേർന്നുകൊണ്ട് അവിടെ കപട നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇന്നലെ തമിഴ്നാട്ടിൽ വന്ന മനിതി സംഘത്തിലെ 11 യുവതികൾ ശബരിമല ദർശനം നടത്താൻ വേണ്ടി നടത്തിയ പ്രഹസനം. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകവും CPM-ന്റെ തമിഴ്നാട് ഘടകവും ആലോചിച്ചുകൊണ്ട് അവരയച്ച ഒരു സംഘമായിട്ടാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച പൊതുപ്രവർത്തകൻ രാംദാസ് കതിരൂരിന്റെ വീട് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം അടിച്ചു തകർത്തു. തലശ്ശേരി പുന്നൂരിലെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അക്രമികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയ മനിതി സംഘത്തിലെ 3 പേർക്കെതിരെ BJP പ്രവർത്തകരുടെ പ്രതിഷേധം. ശബരിമലയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ ഇവർ ഇന്ന് ചെന്നൈയിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പ്രതിഷേധം. സുരക്ഷ മുൻനിർത്തി ഭിന്നശേഷിക്കാർക്കുള്ള ബോഗിയിലാണ് ഇവരെ കയറ്റിയത്. പോലീസ് സുരക്ഷയിലാണ് ഇവർ ചെന്നൈയിലേക്ക് പുറപ്പെട്ടത്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ മനിതി സംഘം യാത്ര ചെയ്ത ട്രെയിനിന് നേരെ ഇതിനിടെ മുട്ടയേറ് നടന്നു. ട്രെയിൻ കടന്നു പോയ ശേഷം റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം തളിച്ച് ശുദ്ധികർമ്മം നടത്തുകയും ചെയ്തു. ട്രെയിൻ തമിഴ്നാട്ടിൽ പ്രവേശിച്ച ശേഷവും ഇവർക്ക് നേരെ ആക്രമണമുണ്ടായി. ആക്രമണ സംഭവങ്ങളെ തുടർന്ന് കൂടുതൽ സുരക്ഷ വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. RSS വിശ്വാസത്തെ കലാപത്തിനുള്ള ആയുധമാക്കുന്നുവെന്ന് LDF കൺവീനർ വിജയരാഘവൻ. ഇതിനെതിരെയുള്ള പ്രതിരോധമാണ് വനിതാമതിലെന്നും വിജയരാഘവൻ പറഞ്ഞു. വിശ്വാസത്തെ കലാപത്തിന്റെ ആയുധമാക്കുന്നു. നമ്മുടെ സമൂഹം വർഷങ്ങളായി സൂക്ഷിച്ച മൂല്യങ്ങളുടെ തിരസ്കാരമുണ്ടോ? അവിടെ ഒരു പ്രതിരോധം ഇപ്പോൾ നമ്മൾ രൂപപ്പെടുത്തുകയാണ്. അതാണ് ഈ വനിതാ മതിൽ എന്നൊരു സാധനം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനത്തിന്റെ തുടർച്ച എന്താ? ഒരു സംശയമില്ല, സ്ത്രീകളുടെ തുല്യതയുമായി ബന്ധപ്പെടുത്തിയതാ, സ്ത്രീകളുടെ ജനാധിപത്യ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയതാ, സ്ത്രീ മൂല്യങ്ങളിൽ സ്ത്രീക്ക് സമൂഹത്തിൽ ലഭ്യമാകേണ്ട പദവികളുടെ തുടർച്ചയിലെ വളർച്ചയും അതിന്റെ കരുത്തുമായി ബന്ധപ്പെടുത്തിയതാണ് കേരളീയ നവോത്ഥാനത്തിന്റെ അടുത്ത. വിവാദമായ കമ്പ്യൂട്ടർ നിരീക്ഷണത്തിനുള്ള ഉത്തരവിന് പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഉള്ളടക്കം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള കരട് ചട്ടത്തിന് കേന്ദ്ര സർക്കാർ രൂപം നൽകി. നിയമവിരുദ്ധമെന്ന് സർക്കാരിന് തോന്നുന്ന സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ഉള്ളടക്കം നിയന്ത്രിക്കാനെന്ന പേരിലാണ് ഓൺലൈൻ നിയന്ത്രണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ സന്ദേശങ്ങൾ അയക്കുന്നവർക്കിടയിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്ന എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ സംവിധാനം ഒഴിവാക്കണമെന്നും കരടിൽ പറയുന്നു. ഇതിനിടെ രാജ്യത്തെ കമ്പ്യൂട്ടറുകൾ നിരീക്ഷിക്കാൻ 10 ഏജൻസികൾക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. എന്നാൽ ഹർജി ഉടൻ പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കമ്പ്യൂട്ടർ നിരീക്ഷണത്തിനുള്ള ഉത്തരവിന് പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റ ശ്രമം. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ വഴിയൊരുക്കുന്നതാണ് IT നിയമത്തിൽ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ ഭേദഗതികൾ. നിയമവിരുദ്ധമെന്ന് തോന്നുന്ന ഉള്ളടക്കം കണ്ടെത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സാങ്കേതിക സൗകര്യം ഒരുക്കണമെന്നാണ് കരട് ചട്ടത്തിലെ പ്രധാന നിർദ്ദേശം. ഇതോടൊപ്പം സന്ദേശങ്ങൾക്ക് രഹസ്യ സ്വഭാവം ലഭിക്കാൻ വാട്സ്ആപ്പ് അടക്കമുള്ള സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒഴിവാക്കണമെന്നും ചട്ടം നിർദ്ദേശിക്കുന്നു. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒഴിവാക്കപ്പെടുന്നതോടെ എല്ലാ സന്ദേശങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഉടൻ അറിയാനാകും. സർക്കാരിന് ആവശ്യമെങ്കിൽ സമൂഹമാധ്യമങ്ങൾ 72 മണിക്കൂറിനകം വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും കരടിൽ പറയുന്നു. കരട് ചട്ടങ്ങളിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക ക്രമീകരണം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരി 7-നകം ഗൂഗിൾ, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയവ മറുപടി നൽകണം. IT നിയമത്തിലെ 66A വകുപ്പ് സുപ്രീം കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇതിനുശേഷം വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് കേന്ദ്ര സർക്കാർ നീക്കം.
അതേസമയം രാജ്യത്തെ കമ്പ്യൂട്ടറുകൾ നിരീക്ഷിക്കാൻ 10 ഏജൻസികൾക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഇന്ന് പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. അഭിഭാഷകനായ ML ശർമ്മയാണ് ഹർജി ഫയൽ ചെയ്തത്. കമ്പ്യൂട്ടർ നിരീക്ഷണത്തിനു പിന്നാലെ ഓൺലൈൻ നിയന്ത്രണവും ലക്ഷ്യമാക്കിയുള്ള കേന്ദ്ര സർക്കാർ നീക്കവും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവാദങ്ങൾക്ക് വഴി തുറക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ ആക്രമണത്തിനു പിന്നിൽ മുംബൈ അധോലോക നായകൻ രവി പൂജാരി തന്നെയെന്ന് പോലീസ്. പാർലർ ഉടമ ലീന മരിയ പോളിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് രവി പൂജാരി തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതോടെ മുംബൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കി. അതേസമയം പാർലറിന് നേരെ വെടിയുതിർത്ത യുവാക്കളുടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായി. രവി പൂജാരിയിൽ നിന്ന് മാത്രമാണ് തനിക്ക് ഭീഷണി ഉണ്ടായിട്ടുള്ളതെന്ന് മൊഴി നൽകിയ ലീന മരിയ പോൾ ഭീഷണി ഫോൺ കോൾ റെക്കോർഡ് പോലീസിന് കൈമാറിയിരുന്നു. ഇതേ തുടർന്ന് രവി പൂജാരിയുടെ മറ്റു ഫോൺ റെക്കോർഡുകളുമായി പോലീസ് താരതമ്യം ചെയ്തു. മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന പോലീസ് ശേഖരിച്ച ഫോൺ കോൾ റെക്കോർഡുകളുമായാണ് ഒത്തുനോക്കിയത്. ഇതിൽ നിന്നും ലീന മരിയ പോളിന് വന്ന ഫോൺ കോൾ രവി പൂജാരിയുടേതാണെന്ന് പോലീസിന് ഉറപ്പായി. എങ്കിലും ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷമേ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കൂ. എന്നാൽ രവി പൂജാരിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കി. ഇതിനിടെ പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്ത യുവാക്കളുടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇരുമ്പനം വഴി ബൈക്കിൽ യുവാക്കൾ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇവർ ഇതര സംസ്ഥാനക്കാരാണെങ്കിൽ ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടാകുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതേസമയം കേസന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പാർലർ ഉടമ ലീന മരിയ പോളിൽ നിന്നും പോലീസ് വീണ്ടും മൊഴിയെടുക്കും. കൂടാതെ മറ്റ് സാക്ഷികളിൽ നിന്ന് മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി KSRTC എംപാനൽഡ് കണ്ടക്ടർമാർ നടത്തിവന്ന ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ആലപ്പുഴയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. PSCക്കാർക്ക് ലഭിച്ച നീതി തങ്ങൾക്കും ലഭിക്കണമെന്ന് എംപാനൽഡ് ജീവനക്കാർ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർ നിവേദനം നൽകി. 4000-ഓളം താൽക്കാലിക കണ്ടക്ടർമാരെയാണ് KSRTCയിൽ നിന്ന് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിട്ടത്. തങ്ങളെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി ഈ മാസം 19-ന് ആലപ്പുഴയിൽ നിന്നാണ് എംപാനൽഡ് ജീവനക്കാരുടെ ലോങ് മാർച്ച് ആരംഭിച്ചത്. അർഹതപ്പെട്ട നീതി കിട്ടണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജാഥ ക്യാപ്റ്റൻ ദിനേശ് ബാബു പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന ഒരു താൽക്കാലിക ജീവനക്കാരൻ പോലും PSC നിയമനത്തിനെതിരല്ല. പക്ഷേ അതേ നിയമവ്യവസ്ഥയുടെ അതേ ഭരണകൂടത്തിന്റെ കീഴിൽ വസിക്കുന്ന ഞങ്ങൾക്കും ന്യായമായ നീതി കിട്ടണം. സർക്കാർ തങ്ങളെ തിരിച്ചെടുക്കുമെന്ന വിശ്വാസമാണ് എംപാനൽഡ് ജീവനക്കാരിൽ ഭൂരിപക്ഷം പേർക്കുമുള്ളത്. ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചതിനു ശേഷം തങ്ങളുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർ നിവേദനം നൽകി. ജനുവരി 7-ന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ഭാവി സമരപരിപാടികൾ ഇതിനുശേഷം കൈക്കൊള്ളാനാണ് എംപാനൽഡ് ജീവനക്കാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം DCC അംഗം ഷാജി മോൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ശബരിമല വിഷയത്തിൽ BJPയെ സഹായിക്കുന്ന കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് ഷാജി വ്യക്തമാക്കി. CPIയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും ഷാജി പറഞ്ഞു. ഞാൻ കോൺഗ്രസിന്റെ DCC മെമ്പറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അടുത്തകാലത്ത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJPയെ സഹായിക്കുന്ന വർഗീയ നയം കോൺഗ്രസ് പിന്തുണച്ചതിന്റെ ഫലമായിട്ട് ജനാധിപത്യ ബോധമുള്ള ഒരാളെന്ന നിലയിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട കോൺഗ്രസിന്റെ വഴിപിഴച്ച പോക്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിടുകയും CPIയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. ചർച്ച നടത്തിയില്ല. CPIഎമ്മിന്റെ നയവുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. CPIയുമായി ചർച്ച നടത്തിയിട്ടില്ല. മുതിർന്ന CPIM നേതാവും പോളിറ്റ് ബ്യൂറോ മുൻ അംഗവുമായ നിരുപം സെൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സാൾട്ട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്നു. 2001-ലും 2006-ലും ബർദ്വാൻ സൗത്ത് മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം നിയമസഭയിൽ എത്തിയത്. അതേസമയം നിരുപം സെന്നിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ബംഗാളിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു നിരുപം സെൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. സാങ്കേതിക വിദ്യയും തീവ്ര വലതുപക്ഷവും സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി എഴുത്തുകാരൻ M. മുകുന്ദൻ. എഴുത്തുകാരുടെ പ്രാധാന്യം തീവ്ര വലതുപക്ഷം തിരിച്ചറിഞ്ഞതായും M. മുകുന്ദൻ പറഞ്ഞു. KSTA നേതൃത്വത്തിൽ കോഴിക്കോട് നടക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവത്തിൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു M. മുകുന്ദൻ. എഴുത്തും സംസ്കാരവും എന്ന വിഷയത്തിലാണ് 2ാം ദിവസം സാംസ്കാരിക സമ്മേളനം നടന്നത്. വിദ്യാഭ്യാസത്തിലൂടെയാണ് സംസ്കാരം രൂപപ്പെടുന്നതെന്നും ആധുനിക കേരള സൃഷ്ടിയിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ടെന്നും ഉദ്ഘാടകൻ M. മുകുന്ദൻ പറഞ്ഞു. സംസ്കാരം വലിയ ഭീഷണി നേരിടുന്നത് സാങ്കേതിക വിദ്യയിൽ നിന്നും തീവ്ര വലതുപക്ഷത്തു നിന്നുമാണ്. ഇതിനെതിരെ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും M. മുകുന്ദൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലുമുണ്ട് മാധ്യമങ്ങളെ
പിന്നെ ഈ തീവ്ര വലതുപക്ഷം ചെറുതായിട്ട് സ്വാധീനിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്, പത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും നമ്മൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾ ജാഗ്രത പുലർത്തണം. കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ഖദീജ മുംതാസ് അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സായാഹ്നത്തിൽ VR സുധീഷ്, ജാനമ കുഞ്ഞുണ്ണി, KSTA ജനറൽ സെക്രട്ടറി KC ഹരികൃഷ്ണൻ, പ്രസിഡന്റ് KJ ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസവും മാതൃഭാഷയും, കേരളീയ നവോത്ഥാനവും വിദ്യാഭ്യാസവും, ലിംഗനീതിയും വിദ്യാഭ്യാസവും, അധ്യാപനത്തിന്റെ രാഷ്ട്രീയം എന്നീ വിഷയത്തിൽ വിദഗ്ധർ പങ്കെടുത്ത ചർച്ചയും രണ്ടാം ദിനം നടന്നു. KSTA നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവം ഇന്ന് വൈകിട്ട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ. സ്ത്രീ പുരുഷ സമത്വ സന്ദേശവുമായി ജനുവരി 1 കേരളത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ മതിലിൽ പങ്കെടുക്കുമെന്നും വനിതാ മതിൽ വിജയിപ്പിക്കുന്നതിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്നും കവയിത്രിയും മഹാകവി P സ്മാരകം വൈസ് പ്രസിഡന്റുമായ CP ശുഭ. നേടിയെടുത്ത പുരോഗതികളിൽ നിന്നും മുന്നേറ്റങ്ങളിൽ നിന്നും സ്ത്രീ സമൂഹത്തെ പിന്നോട്ട് നടത്തിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് വനിതാ മതിലെന്നും ശുഭ പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തുല്യത പോലും നിഷേധിക്കപ്പെടുന്ന പുതിയ സാഹചര്യത്തിൽ സ്ത്രീകളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ഉള്ള മതിൽ എന്ന ആശയം വളരെ ആവേശോജ്വലം തന്നെയാണ്. അത് കാലം ആവശ്യപ്പെടുന്ന കൂടിയാണ്. നാമജപ യാത്ര പോലെയുള്ള അപഹാസ്യമായ, ഞാൻ അശുദ്ധിയുടെ പ്രതീകാണെന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടുപോയ ജാഥയ്ക്ക് ബദലായിട്ട് അതിനേക്കാൾ ശക്തമായിട്ട് സ്ത്രീകൾ അവനവനെ തിരിച്ചറിയുന്നു, എന്നെ തിരിച്ചറിയുന്നു എന്നുള്ള ആശയം മുമ്പോട്ട് വെക്കാൻ നവോത്ഥാന മൂല്യങ്ങളോടൊപ്പം തന്നെ അവനവനിലെ ഊർജ്ജപ്രകാശനം തന്നെ ആണ് വനിതാ മതിൽ എന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട തുല്യത എന്നുള്ള ആശയം നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഉയർന്നു ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുന്ന വീടുകളിൽ പോലും സ്ത്രീ വിരുദ്ധത വളരെ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ ആശയങ്ങളും ആദർശങ്ങളും ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് പോലെ വീടിന്റെ പുറത്ത് അഴിച്ചു വെക്കും, അകത്തേക്ക് ഏറ്റവും പ്രാകൃതനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും യാഥാസ്ഥികനായിട്ട് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉള്ളിന്റെ അകത്തുള്ള സ്ത്രീകൾ എത്രത്തോളം മുമ്പോട്ട് വരുന്നു എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലുണ്ടാകും. മുഖ്യധാര പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മറച്ചുകൊണ്ട് സ്ത്രീകളെ വീണ്ടും ഒതുക്കി പഴയ കാലത്തേക്കുള്ള യാഥാസ്ഥികപരമായിട്ട് ചിന്തിക്കുന്ന മധ്യകാലത്തേക്കുള്ള ഒരു നടത്തം സ്ത്രീകളെ നടത്തുമ്പോൾ അതിന് ബദലായിട്ട്, അതിന് പകരമായിട്ട് നമുക്ക് മുമ്പോട്ട് വെക്കാനുള്ളത് ഇത്തരത്തിലുള്ള ഏറ്റവും സ്ത്രീ ശക്തിയുടെ പ്രതീകമായിട്ടുള്ള മതിൽ തന്നെയാണ്. അതിന്റെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളൊക്കെ ഇത് കാണുന്നത്. ജനുവരി 1 പടുത്തുയർത്തുന്ന വനിതാ മതിലിൽ ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ മുഴുവൻ വനിതകളെയും അണിനിരത്തുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P സതീദേവി കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വനിതാ മതിലിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 30 ലക്ഷം വനിതകളെ അണിനിരത്തും. മറ്റ് വനിതാ സംഘടനകളും പരമാവധി വനിതകളെ പങ്കെടുപ്പിക്കുന്നതോടെ വനിതാ മതിൽ ചരിത്ര സംഭവമായി മാറുമെന്ന് അവർ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി, C സുജാത തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എറണാകുളത്തുള്ളത് കാണുന്നതിൽ വളരെ പ്രസിഡന്റ് തീർച്ചയായിട്ടും ഈ വനിതാ മതിൽ ഒരു ചരിത്ര സംഭവമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ സംഘടനയുടെ ഭാഗമായിട്ട് 30 ലക്ഷം സ്ത്രീകളെ ഞങ്ങൾക്ക് ഈ മതിലിൽ അണിനിരത്താൻ കഴിയും എന്നാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അതിനു പുറമെ മറ്റു മഹിളാ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ വരും, അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളുടെ ഭാഗമായിട്ടൊക്കെയുള്ള സ്ത്രീകൾ വരും എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ സംഘടനയുടെ അംഗങ്ങളെ തന്നെ പരമാവധി ഈ മതിലിൽ അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്ത് വളരെ ഫലപ്രദമായിട്ടുള്ള ഈ കാൽനട പ്രചരണ ജാഥകൾക്കൊക്കെ നല്ല സ്വീകാര്യത ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. വനിതാ മതിലിന്റെ പ്രചരണത്തിൽ ആവേശമായി ശില്പി ഉണ്ണി കാനായുടെ നങ്ങേലി ശില്പം. മുലക്കരം ചോദിച്ച മേലാന്മാർക്ക് മാറിടം മുറിച്ചു നൽകിയ നങ്ങേലി കേരളത്തിലെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ്. കേരളം വനിതാ മതിലിലൂടെ വീണ്ടും ചരിത്രം രചിക്കുമ്പോൾ നങ്ങേലിയുടെ ഓർമ്മ ആവേശമാവുകയാണ്. സ്ത്രീകളുടെ സ്വാഭിമാനം ചോദ്യം ചെയ്ത മേലാളന്മാർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ ജീവൻ ബലിയർപ്പിച്ച നങ്ങേലിയുടെ പോരാട്ടവീര്യം യുവതലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് ശില്പി ഉണ്ണി കാനായി. കേരളത്തെ വീണ്ടും കെട്ടകാലത്തേക്ക് നയിക്കാൻ ശ്രമിക്കുന്നവർക്ക് താക്കീതുമായി വലതുകൈയിൽ അരിവാളും ഇടതുകൈയിൽ ചോരകിനിയുന്ന മുറിച്ചെടുത്ത മാറിടവുമായി നങ്ങേലി ശില്പം തലയുയർത്തി നിൽക്കുന്നു. സ്ത്രീകൾക്ക് മുലക്കരം ചുമത്തിയ കാട്ടാളനീതിക്കെതിരെ മാറിടം മുറിച്ചു നൽകിയ ചേർത്തലക്കാരി നങ്ങേലി സ്ത്രീ പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ്. വർഗീയവാദികൾ കേരളത്തെ ഇരുട്ടിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ കലാകാരന്മാർക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് നങ്ങേലി ശില്പം ഒരുക്കിയ ശില്പി ഉണ്ണി കാനായി പറഞ്ഞു. വനിതാ മതിലിന് പിന്തുണ നൽകിക്കൊണ്ട് ഒരു ശില്പം ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിച്ചപ്പോൾ കൂടുതലായൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. നങ്ങേലിയുടെ ഈ ഒരു ശില്പമാണ് ചെയ്യാൻ
മനസ്സിലേക്ക് ഒരാശയം കടന്നു വന്നത്. അതുപോലെ വനിതാ മതിലിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി ഇതുപോലുള്ള കലാകാരന്മാർ, ശില്പികളും ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ മുന്നോട്ട് വരുന്നതിന് ഒരു പ്രചോദനം കൂടിയാവും എന്ന് കരുതുന്നു ഈ ഇതുപോലെ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പിന്നിൽ. വനിതാ മതിലിലൂടെ കേരളം പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുമ്പോൾ നങ്ങേലിയുടെ ഓർമ്മ പ്രചോദനമാകുമെന്നും ഉണ്ണിക്കാനായി പറഞ്ഞു. ദളിത് പൂജാരിയുടെ ശില്പം ഉൾപ്പെടെ പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ശില്പങ്ങൾ ഉണ്ണിക്കാനായിയിൽ നിന്നും നേരത്തെയും പിറവികൊണ്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ യുവപ്രതിഭാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ യുവശില്പിയാണ് ഉണ്ണിക്കാനായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഗ്രൂപ്പിന്റെ 45ാമത് ഷോറൂം ചെന്നൈ അണ്ണാനഗറിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും തെന്നിന്ത്യൻ സിനിമാ താരം വിജയ് സേതുപതിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ചെന്നൈയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിർധന കുടുംബങ്ങളിലെ അംഗങ്ങൾക്കും അസുഖബാധിതർക്കുമുള്ള ധനസഹായം ബോബി ചെമ്മണ്ണൂർ വിതരണം ചെയ്തു. ദൈവപുത്രന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞതോടെ ക്രിസ്തുമസിന്റെ വരവറിയിച്ച് കരോൾ സംഘങ്ങളും സജീവമായി. ക്രിസ്തുമസിന്റെ സന്തോഷവും സന്ദേശവും പങ്കുവച്ചാണ് കരോൾ സംഘങ്ങൾ എത്തുന്നത്. ദൈവപുത്രന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞതോടെ ക്രിസ്മസിന്റെ വരവറിയിച്ച് കരോൾ സംഘങ്ങളും സജീവമായി. വിവിധ ക്രൈസ്തവ സഭകളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നതാണ് കരോൾ സംഘങ്ങൾ. യേശുദേവന്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥകൾ കരോൾ ഗാനങ്ങളായി അവതരിപ്പിക്കുകയാണ് സംഘങ്ങൾ. ക്രിസ്മസിന്റെ സ്നേഹവും സന്തോഷവും സന്ദേശവും പങ്കുവച്ചാണ് കരോൾ സംഘങ്ങൾ എത്തുന്നത്. ഡിസംബർ ആദ്യവാരം ആരംഭിച്ച കരോൾ ക്രിസ്മസ് ദിനം വരെ നീണ്ടുനിൽക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.